അത്യുന്നതനായ ദൈവം മിസ്രയീമിന്റെ അടിമത്വത്തിന് കീഴിലായിരുന്ന ജനത്തെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ മോശയെ നിയോഗിച്ചാക്കുമ്പോൾ മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനം എന്നെ ആരാധിക്കേണ്ടതിന് അവരെ വിടുവിച്ചു കൊണ്ടുവരണമെന്നാണ്. ഫറവോനോടും അത് തന്നെ പറയുവാൻ ദൈവം കൽപ്പിക്കുന്നു. എന്നാൽ അവരെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ചെങ്കടൽ കടന്നു വന്ന ജനം അവരുടെ മരുഭൂയാത്രയിൽ അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് ഭക്ഷിക്കുവാൻ ഇറച്ചിയുണ്ടായിരുന്നു, പച്ചക്കറികളുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തിട്ട് അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. ദൈവത്തെ അവിശ്വസിച്ചു. ഭൗമ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മാത്സര്യത്തോടെ, ശാഠ്യത്തോടെ, അവിശ്വാസത്തോട് മോശയോട് സംസാരിച്ചു, മോശയോട് പിറുപിറുത്തു. ഭൗമ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രശ്നം സൃഷ്ടിച്ചുവെങ്കിലും അവരെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കാനാണെന്നുള്ളത് അവർ മറന്നു. അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന മോശയോട് തങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ചോ ദൈവീയ ആരാധനയെക്കുറിച്ചോ ഈ ജനം ഒന്നും ചോദിക്കുകയുണ്ടായില്ല. വാസ്തവത്തിൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഇവർ യഹോവയാം ദൈവത്തെ മറക്കുകയാണ് ഉണ്ടായത്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടൊക്കെ ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ദൈവം മറന്നു കളഞ്ഞില്ല. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ മത്സരബുദ്ധിയും ശാഠ്യവും അവിശ്വാസത്തിൻ്റെ വാക്കുകളും മോശയ്ക്ക് നേരെയും ദൈവത്തിന് നേരെയും കടന്നു വന്നപ്പോൾ ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറ്റും ശരിയും മനസ്സിലാക്കുമല്ലോ. അത് മനസ്സിലാക്കി അവർ ജീവിക്കേണ്ടതിനാണ് ദൈവത്തിന് പ്രമാണം കൊടുക്കാൻ മനസ്സായിട്ട് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് തന്നെ എഴുതിയ കൽപ്പനകൾ രണ്ടും മോശയുടെ പക്കൽ കൊടുത്തു. എന്നാൽ ഈ കൽപ്പനകളുമായി മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ താഴ്വരയിൽ ജനം ദൈവം കൊടുത്ത പ്രമാണത്തിനെതിരായി തന്നെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തെ കാളക്കുട്ടിക്ക് സമമാക്കി അവരുടെ മുമ്പിൽ യാഗപീഠം പണിതു. അവർ ഉത്സവം ആചരിച്ചു. മോശയുടെ കോപം ജ്വലിച്ചു. മോശ ആ കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചു. ജനം ചെയ്ത മഹാപാതകത്തിനു വേണ്ടി ദൈവത്തോട് മോശ പക്ഷവാദം ചെയ്യുകയും ദൈവത്തോട് ക്ഷമിക്കുവാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ മോശയോട് വീണ്ടും ചെത്തിയ 2 കൽപ്പനകളുമായി സീനായി പർവ്വതത്തിൽ കയറി ചെല്ലുവാൻ കൽപ്പിച്ചു. മോശ സീനായി പർവ്വതത്തിൽ കയറി. അപ്പോൾ യഹോവ മേഘത്തെ ഇറങ്ങി ദൈവത്തിൻ്റെ നാമത്തെ ദൈവം മോശയുടെ മുമ്പായി ഘോഷിച്ചു. ജനത്തെ നശിപ്പിക്കേണ്ട പാവമാണ് അവർ ചെയ്തതെങ്കിലും ദൈവം ആ ജനത്തെ മുഴുവൻ നശിപ്പിച്ചില്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത അവിടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. യഹോവയാം ദൈവം തന്നെയാണ് പറയുന്നത്. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവശബ്ദം കേട്ട മോശെ അവിടെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കർത്താവെ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഈ ദുശാഠ്യമുള്ള ജനത്തോട് ക്ഷമിക്കണമേ. അവരുടെ അകൃത്യവും പാപവും ക്ഷമിക്കണമേ. ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ. അങ്ങനെ ഈ മോശയുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. ദൈവം തന്നെ അരുളി ചെയ്തതാണ്. തൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതയാണ് അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ജനത്തിൻ്റെ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്ന ദൈവമാണ് മനുഷ്യപുത്രനായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ,
ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇതാണ് നാം പാടേണ്ടത്, ഇതാണ് നാം സ്തുതിക്കേണ്ടത്. അതെ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാന്തയും വിശ്വസ്തയുമുള്ളവൻ. ആ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയുമാണ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് അകൃത്യങ്ങൾക്കും പരിഹാരം വരുത്തിയത് ആ ദിവ്യ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട തിരുരക്തമാണ്, ആ ക്രൂശീകരണമാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മരണമാണ്, ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ അടക്കമാണ്, ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് മഹാപുരോഹിതനായി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് അഭയാചന ചെയ്യുന്നു. ആ മഹാൻ ദൈവത്തെ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി തന്ന കർത്താവിനെ, നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച കർത്താവിനെ, കൃപയും ദയയും മനസ്സിനുമുള്ള ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം, പാടി ആരാധിക്കാം, ധ്യാനിക്കാം, മഹത്വപ്പെടുത്താം.